എങ്ങനെ റിക്രൂട്ട്മെന്റ് വിളിക്കാം? എന്റെ പൊന്ന് സരക്കെ, നീ എല്ലാത്തിലും എന്നെ ഇങ്ങനെ സംശയിക്കില്ല. നീക്ക് ഈ നമ്പറിൽ വിളി, ഈ നമ്പറിൽ വിളി. അല്ല, ഈ നമ്പറിൽ വിളി. ബാബു വിളിച്ചിട്ട് സ്പീക്കർ ഇട്ട് കൊടുത്തേ. 3071-526. എടാ, കാളക്കാതറാണോ കാലങ്കാതറാണോ അറിയത്തില്ല കേട്ടോ. അത് രണ്ടിൽ ഏതോ ഒരെണ്ണമാണ്. കാലനല്ലേ കാള. ആ ഡീൽ ചെയ്യണ സമയത്ത് കുക്കുവിനെ വിളിക്കാം. കുക്കുവിന്റെ മിസ് കോൾ ഉണ്ടായിരുന്നു. കുക്കു കുക്കു കമ്പിളി പുച്ചി അല്ല പൊണ്ടാട്ടി കുക്കു. ഹലോ, സുഖമാണോ കുക്കു? കുക്കുവിന് സുഖമാണോ? Sugam. Are you busy, Vasu? Did I disturb you? No busy. Actually, ഒരു പുതിയ മെമ്പർ ടിവിയിലേക്ക് വരുന്നുണ്ട്. ടുഡേ ന്യൂ മെമ്പർ. Okay, Amma. Sorry. Actually, I want to make you meet someone. Just please give me a call when you are free. Yes. Very important person. Sure. Please, it's very important. Sure. When you get just 2 minutes only, just give me a call. Okay? Sure. Only 2 minutes. Sure. Okay. Take care, Vasu. See you there. Take care. Thank you. Kuku. Love you. Umma. കട്ട് ചെയ്തിട്ടല്ല ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. എടാ, എല്ലാരും ഗ്യാങ്സ് വന്നേ. രായ വെളിയിലോട്ട് വന്നേ. ഇങ്ങോട്ടോ. വൈഫ് പോയല്ലേ ചെന്നൈ വെച്ച്? ചെന്നൈ പോയി, അതുകൊണ്ടല്ലേ ഇവിടെ ആളെ റെഡിയല്ലേ? നീ റെഡി ആക്കിയിട്ട് നീ ആ പമ്പിന്റെ അവിടോട്ട് പോയി അവനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോ വന്നാൽ മതി. ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനാവും. അതും ശരിയല്ലേ? എടാ, ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താനായിരിക്കൂ. സരക്കെ ഇവിടെ നിരന്ന് അപ്പൊ ഈ വീട്ടില് നമ്മുടെ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ആണ്. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ്. സരക്കെ വാ. എന്തോ ഒരു കുറവല്ലേ? അവിടെ അല്ലേ? എന്തോ ഒരു കുറവുള്ളതല്ലേ തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പെങ്കൊച്ചിന്റെ കുറവുണ്ട് എനിക്ക് അല്ലേ? അത് തോന്നിട്ടില്ലേ നിനക്ക്? എന്താണ് വാസുവിന്റെ ഒരു കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ? ആദർശ് കൃഷ്ണ. അത് പയ്യനാണ്. ആദർശ് കൃഷ്ണ കൊച്ചിന്റെ പേര്. മറ്റേ സാധനങ്ങളൊക്കെ കൈപ്പിടിച്ച് തന്നെ എല്ലാരും. എടാ, ഈ മറ്റേ വെൽഡിംഗ് മെഷീനും മുതൊക്കെ എടുത്ത് വെച്ച് മാറ്റിയേ. മറ്റേ വെൽഡിംഗ് മെഷീൻ അപ്പൊ കുറച്ച് അതിന് മുമ്പ് പറയാം. നമ്മളിപ്പോ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ. റിക്രൂട്ട്മെന്റ് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇനാക്ടിവിറ്റി ആയതുകൊണ്ടാണ്. കുറച്ച് ആൾക്കാർ ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ 2 റിക്രൂട്ട്മെന്റ്സ് എടുത്തത്. അതുപോലെ നമ്മുടെ അതിനകത്തുനിന്ന് പ്രൊഫസർ പോയ ഒരു ഗ്യാപ്പിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് കൂടിയാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 3 പേരെ ടിവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ റേഡിയോയിൽ നിൽക്കുന്നവന്മാരും അവിടെ നിരന്ന് നിൽക്കുന്നവന്മാർക്കും എല്ലാം ഇത് ബാധകമാണ്. ഇവിടെ സിറ്റുവേഷൻ ആളെ കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ ഇവിടെ ഇരുന്ന് ഒരുത്തിനെ തെണ്ടി കുത്തോളെടുത്ത് കയറ്റാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത്. അത് ഇപ്പോഴേ പറയാം.
അതുകൊണ്ടാണ് നമ്മൾ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടെ ഇപ്പം തൽക്കാലത്തേക്കിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഞാൻ വെച്ച് നീട്ടുന്നൊന്നുമില്ല. ഒരുപാട് ആളുടെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ടി വിയിലെ കറൻ്റ്ലി ഇനി ഇപ്പോൾ വരാൻ പോണ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ഈ പയ്യനായിരിക്കും. അല്ലല്ല മിനി അല്ല. ദാമുവിനേക്കാളും ഇളയതാണ്. ടി വിയിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആയിരിക്കും. വി ആർ വെൽക്കമിങ് അസീം ടു ടി വി എ. കൊണ്ടുവാ. അയ്യോ എന്റെ സ്റ്റക്കായി. അടിച്ചു പോയോ? എല്ലാരും ക്ലാപ്പ് അടിച്ചേ. നീ ഇവിടെ വർക്ക്ഷോപ്പിലല്ലായിരുന്നാ? എടാ ഒരു റിക്രൂട്ട്മെന്റിന് വന്നത് ഇങ്ങനെയാണോ? നീ ഡ്രസ്സിംഗ് സെൻസ് ഇച്ചിരി കൂടുതലാണല്ലേ? അതെ നിന്റെ വർക്കിലാണ് കാര്യം, ലുക്കിലല്ല കാര്യല്ലേ? എടാ കൊള്ളാം. പക്ഷെ നീ ഒരു ആസ്തെറ്റിക് ലുക്ക് ഉണ്ട് നിനക്ക് കേട്ടാ. ശരിക്കും അതെ കൊള്ളാം. അതെ. അപ്പൊ വെൽക്കം ടു ടി വി എടാ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇപ്പൊ കറന്റ്ലി വേറെ അടുത്താണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ അതിനകത്തോട്ട് വരാൻ ഇപ്പൊ നീ കറന്റ്ലി UK-ലല്ലേ? ഇതിനു മുമ്പ് UK-ക്ക് മുമ്പ് ATX-ലായിരുന്നല്ലേ? ATX-ലായിരുന്നു. ATX-ല് ഇറങ്ങാൻ അത്ര വലിയ കാരണം വെച്ചാൽ സെറ്റാകത്തോണ്ടാണ്. അത് നോക്കണ്ട. ഓഹോ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിലധികം വള്ളികൾ ഇവിടെ ഉണ്ട്, അറിയാലോ. അതുകൊണ്ട് വള്ളികളെ എങ്ങനെ ഡീല് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് നിന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ ഒരു വള്ളി ആയിട്ടല്ല നിന്നെ ഞാൻ എടുത്തേക്കുന്നത്. വള്ളിയൊന്നുമല്ല, ഞാൻ നല്ല കിഡിലും ഒരു സോൾവറാണ്. ഞാൻ ഭയങ്കര പണ്ടത്തെ ഒരു നെഗോഷിയേറ്റർ ആണ്, അതറിയോ? ഇല്ല. എനിക്ക് നല്ല 5 കൊടുത്ത് 10 വാങ്ങിക്കുന്ന ഒരാളാ. ആണോ? ഓ ഇല്ല. ID പറഞ്ഞേ. ID 593. ഒരു മിനിറ്റ്. 593. 1000 രൂപ വന്നിട്ടുണ്ട്. അതൊന്ന് 2000 രൂപയാക്കി തന്നെ. അയ്യോ അത് ചെവിക്കെന്തോ ഒരു പെട്ടെന്നൊരു എത്ര രൂപ? 2000. ഞാൻ തരണമല്ലേ? അത് 2000 ആക്കി തരണം. നമുക്ക് പറ്റുന്ന ബിസിനസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കേട്ടില്ല. ഈ 1000 രൂപ നമുക്ക് നല്ലൊരു യൂസിന് നമുക്ക് യൂസ് ചെയ്യാം. എന്ത് യൂസ്? എന്തായിരിക്കും നീ ചെയ്യാൻ പോണത് വെച്ച്? ഈ 1000 രൂപ നീ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കിടിലൻ സർബത്ത് ഉണ്ടാക്കി തരാം. 1000 രൂപയ്ക്കാ സർബത്ത്? ഓ കിടിലൻ സർബത്ത്. ഐഡി പറഞ്ഞേ. നീയേ വെടി വെച്ചാ മതി. നല്ല 1000ന്റെ സർബത്ത് ഉണ്ടാക്കുന്ന ടീമാണ്. നിന്റെ വർത്താനം വേണ്ട. നീ വെടി വെച്ചാ മതി. നീ പിന്നെ സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം. വള്ളി വന്നാ ഡീൽ ചെയ്യണം. വെടി അത് മസ്റ്റ്. ഫുൾ കോൺസെൻട്രേഷൻ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഏത് സമയം സാധാരണ ഇവിടെ ടിവിയില് റിക്രൂട്ട്മെന്റ് ദിവസം സംസാരിക്കാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും. അല്ലല്ല സരക്കെ റിക്രൂട്ട്മെന്റ് മെസ്സേജ് അപ്പോഴേ പേര് അസീം ഇൻട്രോവേർട്ട് എന്ന് താഴെ നീ ശരിക്കും ഇൻട്രോവേർട്ട് ആണോ?
ഇൻട്രോട്ടാ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഇച്ചിരി ആൾക്കാരുമായിട്ട് സംസാരിച്ച അത്ര ശീലമില്ല ശീലമില്ല നിനക്ക് പോയി ഓ ശീലമില്ല അത് കേട്ടോ നിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ നിന്റെ സംസാരവും ലുക്കും ഒക്കെ കാണുമ്പോ തന്നെ മനസ്സിലാവും നീ ഒരു ഇൻട്രോവേർട്ട് ആളാണെന്ന്. എന്തോ അങ്ങോട്ട് പോകാം എങ്ങോട്ട് നമ്മള് പറയുന്നത് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. പറയുമ്പോ അവരെ കൈ കഴിക്കും അങ്ങനെയാണല്ലേ അപ്പൊ കാണിക്കും ഒരു കാര്യം പറയട്ടെ നിനക്ക് ശരിക്കും എത്ര വയസ്സുണ്ട്? എനിക്കാ 17 17ആയോ നിനക്ക്? 17 16 16 സത്യം. വരാം വാ വാ വാ. വിളിച്ചതാ ഓക്കെ അത് നീ പിടിക്കണ്ട, നീ സത്യസത്യമായിട്ട് പറഞ്ഞാ മതി. ഇവിടെ സത്യസന്ധന്മാർക്കാണ് വില. ഓ അകത്തോട്ട് കയറാം വാ. ഓ ഇല്ല നീ ഫ്രണ്ട് കിടക്ക് കുഴപ്പമില്ല, ഞാൻ പുറകെ വരാം. ഞാൻ നടക്കാം എങ്ങനെ പരിപാടിയൊക്കെ എങ്ങനെ? പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോ വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓ നീ മുന്നേ നടക്ക്, ഞാൻ പുറകെ വരാം. ഞാൻ മുന്നിലല്ലേ? കൊച്ചു മുണ്ടൊക്കെ ഇങ്ങനെയാണോടാ വെൽക്കം ചെയ്യണം? അമ്പത്തി കിടന്നു കൊടുത്താണോ വെൽക്കം ചെയ്യണം നീ ഒരാളെ? ഷൂസ് കിട്ടണം ഇതാണ് അസീം. ഹായ് അസീം. അപ്പൊ ഇനി തൊട്ട് നമ്മുടെ കുടുംബത്തിലുണ്ടാവും. എല്ലാരും അവനെ ഒന്ന് വെൽക്കം ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോകണം. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി